യെസ്, നമ്മൾ പൊതുവേദിയാണ് ഇന്ന് ഈ ഇത്ര നേരം നമുക്ക് തുടങ്ങാൻ കഴിയാതിരുന്നത്. ഈ വിഷയം നമ്മൾ കടുവയുമായി ബന്ധപ്പെട്ട വിഷയം ശക്തമായി തന്നെ ജനങ്ങൾ അവിടെ അറിയിക്കുന്നു. പക്ഷേ ഇന്ന് പൊതുവേദി ഈ വിഷയത്തോടൊപ്പം ചർച്ച ചെയ്യുന്നത് ഏകീകൃത സിവിൽ കോഡ് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് അതിൻ്റെ ആദ്യ ചുവടെന്ന നിലയിൽ ആദ്യ സംസ്ഥാനമായി മാറുകയാണ് ഉത്തരാഖണ്ഡ്. നാളെയാണ് ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് നടത്തുന്നത്. ഇതേ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ പ്രതികരണമാണ് പ്രധാനമായും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. യെസ്, എന്നോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ജയകുമാർ ചേരുന്നുണ്ട്. ഏതായാലും ജയകുമാർ, അതിനു മുമ്പ് ഈ മന്ത്രിയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പൊതുവേദിയുടെ ഭാഗമാക്കിയപ്പോൾ നിറയെ പ്രേക്ഷകർ അതിലോട് പ്രതികരിച്ചിട്ടുണ്ട്. മന്ത്രി ജനരോഷം അറിയണമെന്ന് പറയുന്നു സുനിമോൾ. റീഗോ എബ്രഹാം പറയുന്നു പൂച്ചക്കുട്ടി വിൽ ഡു മോർ ദാൻ ദിസ് എന്നാണ്. മന്ത്രിയെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു പ്രയോഗമാണ്. ഏതായാലും ഞാൻ അതിലേക്കൊക്കെ വരാം. ജയകുമാർ, ഈ ഏകീകൃത സിവിൽ കോഡ് വരുന്നു എന്ന വിവരങ്ങൾ, ഉത്തരാഖണ്ഡിലാണ് അത് ആദ്യം നടപ്പിലാക്കുന്നത്. 3-2 ഭൂരിപക്ഷം ലഭിച്ചിരുന്നെങ്കിൽ ഇന്ത്യയിൽ ആകമാനം നടപ്പിലാക്കുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ ഇതിപ്പോൾ സംസ്ഥാനങ്ങളിലായി BJPക്ക് ആധിപത്യമുള്ള സംസ്ഥാനങ്ങളിലായി നടപ്പിലാക്കുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു ആ വിഷയത്തോട്? സാറേ നമസ്കാരം. നമസ്കാരം. പുതിയ ആൾക്കാരുമായിട്ടെന്ന് വിചാരിച്ച് മാറി നിന്നതാണ്. പക്ഷെ ഇന്നത്തെ മന്ത്രിയുടെ ആ ഒരു കണ്ടതുകൊണ്ടാണ് വിളിച്ചു പോയത്. പിന്നെ സാറേ, ഇത് ജനങ്ങളോട് എന്തെങ്കിലും ഒരു പ്രതിബദ്ധതയുള്ള മന്ത്രിയാണെങ്കിൽ ഇന്നലെ ഈ സ്ഥലത്തുണ്ടായിരുന്നിട്ട് പോലും, കോഴിക്കോട് ഉണ്ടായിരുന്നിട്ട് പോലും ഈ ഫാഷൻ പരിപാടി പങ്കെടുക്കേണ്ട കാര്യം അദ്ദേഹത്തിനുണ്ടോ? കാരണം ഒരു വനിതയുടെ കഴുത്തിന് മുകളിൽ മൊത്തം കൊണ്ടുപോയിട്ട് ആ ബോഡി വീട്ടിൽ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോഴാണ് ഈ പരിപാടി. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. നമ്മൾ ചർച്ച ചെയ്ത വിഷയം പക്ഷേ ഏകീകൃത സിവിൽ കോഡായിരുന്നു. ഈ വനത്തിൽ കടുവയെ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരും മിനിറ്റുകളിൽ നമ്മൾ നൽകിക്കൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ ഈ വിഷയം എടുത്തതുകൊണ്ട് ഇതുകൂടി ചർച്ച ചെയ്ത് പോകാം എന്ന് കരുതുകയാണ്. സൂപ്പി വെള്ളമുണ്ടയിൽ നിന്ന് നമുക്ക് ഒപ്പം ചേരുന്നു. സൂപ്പിയെ അവിടെ സൂപ്പിയുമൊക്കെ ഈ പ്രതിഷേധത്തിൽ അണിനിരക്കുന്നുണ്ടോ? അവിടെ ഇല്ല. വീട്ടിലിരുന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലേ? നമസ്കാരം സാർ. നമസ്കാരം. എന്റെ അഭിപ്രായം ഏക സിവിൽ കോഡ് എന്താ ഇത്ര തീർക്കാൻ കേന്ദ്ര സർക്കാർ BJPക്ക് ഇതുകൊണ്ട് എന്താ നേട്ടം? ജനങ്ങൾക്ക് ഉപകാരപ്പെട്ട പല കാര്യങ്ങളും ഇവിടെ നാട്ടിൽ നടക്കാനുണ്ട്. കൊലപാതക രാഷ്ട്രീയം, കൊലപാതകം, ഇതിനൊക്കെ നിയമങ്ങൾ കൊണ്ടുവരണം. ഈ കൊലപാതക രാഷ്ട്രീയവും മറ്റ് ജനങ്ങളൊക്കെ നിഷ്ഠൂരം അക്രമികമായി പരിപാടിക്ക് നിയമം കൊണ്ടുവരേണ്ടത് BJP. ഇപ്പൊ ഏക സിവിൽ കോഡ് എന്താ നിയമം സാറേ? അതിനവര് തക്കതായ മറുപടി തരേണ്ടതല്ലേ? ഒരു രാജ്യത്ത് ഒരു നിയമം പൂർണ്ണമായി നടപ്പിലാക്കണമെന്ന ഒരു നിലപാട് അത് വ്യത്യസ്തമായ ആളുകളുണ്ട് എന്നുള്ളത് കൊണ്ട് വ്യത്യസ്തമായ നിയമങ്ങൾ ഉണ്ടായിക്കോട്ടെ എന്നാണ് സൂപ്പി കരുതുന്നത്. വ്യക്തമാണ് സൂപ്പിയുടെ അഭിപ്രായം. സന്തോഷ് കാസർഗോഡ് നിന്ന് നമുക്ക് ഒപ്പം ചേരുന്നു. സന്തോഷ്, ഈ ഏകീകൃത സിവിൽ കോഡ് നാളെ ആദ്യമായി ഒരു സംസ്ഥാനത്ത് നടപ്പിലാക്കുകയാണ്. നേരത്തെ ഇത് ഗോവയിൽ പോർച്ചുഗീസ് കാലം തൊട്ടുണ്ട്. പക്ഷേ ഈ ഉത്തരാഖണ്ഡിൽ ഇത് നടപ്പിലാക്കുമ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഇത് കേരളത്തിലും അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്കും വരാനിടയുണ്ട് എന്ന സൂചനയാണോ അതുവഴി ലഭിക്കുന്നത്? ഈ ഏകീകൃത സിവിൽ കോഡ് വന്നാൽ എന്താ കുഴപ്പം? കാരണം ഒരു രാജ്യത്ത് ഒരു നിയമം മതിയല്ലോ. എന്റെ താല്പര്യത്തിൽ ഏകീകൃത സിവിൽ കോഡ് വരണം എന്നാണ്. ഒരു രാജ്യത്ത് ഒരു നിയമം വരണം. അല്ല, ഞാൻ ചോദിക്കുന്നത് പലതരത്തിലുള്ള ആളുകളുണ്ടല്ലോ, പലതരം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയായി ജീവിക്കുന്ന. ഇപ്പോൾ ഗോത്രവർഗ്ഗക്കാരെ ഇവിടെ തന്നെ ഒഴിവാക്കുന്നു, ഉത്തരാഖണ്ഡിൽ തന്നെ. അപ്പം അത് മുഴുവൻ അർത്ഥത്തിലും പ്രായോഗികമല്ല എന്നല്ലേ അവിടെ നിന്ന് മനസ്സിലാകുന്നത്? അല്ല, ഈ ഇന്ത്യ ജനാധിപത്യ രാജ്യത്ത് ഒറ്റ നിയമം അതല്ലേ വേണ്ടത്? ജനാധിപത്യ രാജ്യമല്ലേ, മതരാജ്യമല്ലല്ലോ ഇത്, ജനാധിപത്യ രാജ്യമാണല്ലോ. പിന്നെ ഇതിൽ ഒന്നുകൂടെ എനിക്ക് പറയാനുണ്ട്. വയനാട്ടിലെ ഇതില് ഈ മിനിസ്റ്റർ ചെയ്ത് തീർത്തും അതിന്റെ അപ്പുറത്തെ വാക്ക് ഞാൻ പറയുന്നില്ല. ആ കോഴിക്കോട് ഇന്നലെ കണ്ടിട്ട് ഇയാളെല്ലാം ഫാഷൻ ഷോയിൽ തന്നെ പങ്കെടുക്കട്ടെ. ആടെ പോയി ചുപ്പ് ഇയാളെ ചുപ്പ് എന്ത് പരിപാടിയാണ് കാണിച്ചത്? ഇയാൾക്ക് പിണറായി വിജയൻ മാറ്റാൻ സമ്മതിക്കുന്നുമില്ല. ഒരു വനം മന്ത്രിയല്ലേ? ആ സ്ത്രീ അവിടെ മരിച്ചു കിടക്കുമ്പോൾ അവിടുത്തെ ജനരോഷം, അവിടുത്തെ ജനങ്ങളുടെ ആ ഒരു പരിഭ്രാന്തിയിൽ നിൽക്കുമ്പോൾ കോഴിക്കോട് ഫാഷൻ ഷോയിൽ പങ്കെടുക്കുന്നു. ഇയാൾക്ക് ഈ മുഖ്യമന്ത്രി പിണറായി വിജയനോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഇയാൾക്ക് വേറൊരു വകുപ്പ് കൊടുക്കുക. ഇയാൾ നേരത്തെ പ്രയോഗിച്ച ഒരു വകുപ്പുണ്ട്, ഫോണോസെക്സ് എന്നൊരു വകുപ്പ് ആ മിനിസ്റ്റർ ഉണ്ടാക്കി കൊടുക്കുക. കാരണം ഫോൺ വിളിച്ച് ഇയാൾക്ക് പരിചയമുണ്ടല്ലോ. താങ്കളുടെ അഭിപ്രായം. അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് രവീന്ദ്രനാണ്. തൊടുപുഴയിൽ നിന്നാണ് ശ്രീ രവീന്ദ്രൻ ചേരുന്നത്. ശ്രീ രവീന്ദ്രൻ, ഗുഡ് ഈവനിങ്. ഈ വിഷയം
ഒരു സുപ്രധാന വിഷയമായി ഇനി വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടാൻ പോവുകയാണ്. ഏകീകൃത സിവിൽ കോഡ് ആദ്യമായി ഉത്തരാഖണ്ഡിൽ നടപ്പിലാക്കുന്നു. വിവാഹമോചനം, അനന്തരാവകാശം തുടങ്ങിയ നിയമങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഏകീകൃത സിവിൽ കോഡ് ബാധകമാവുക. ശ്രീ രവീന്ദ്രൻ എന്ത് കരുതുന്നു? ഏകീകൃത സിവിൽ കോഡ് ഒരു 25 വർഷം മുമ്പ് ഇവിടെ നടപ്പിലാക്കേണ്ടതായിരുന്നു. ഒരു രാജ്യത്ത് എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണണം എന്നാണല്ലോ ജനാധിപത്യം പറയുന്നത്, അല്ലേ? വേർതിരിച്ച് കാണരുതെന്നാണല്ലോ പറഞ്ഞത്. നിങ്ങൾ തന്നെ പറയുന്നു, നിങ്ങൾ ടി വിയിൽ എത്രയോ പ്രാവശ്യം നിങ്ങൾ പത്രക്കാർ പറയുന്നു എല്ലാവർക്കും ഒരേ രീതി, ഒരേ നിയമം, പണക്കാരനും പാവപ്പെട്ടവനും ഏത് മതത്തിൽപ്പെട്ടവനെന്നും നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞു. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ അതിന് കൂടുതൽ അനുകൂലിക്കുകയല്ലേ വേണ്ടേ? അതിന് കൂടുതൽ ഉത്സാഹം കൊടുത്ത് നിങ്ങൾ പത്രക്കാര് വേണ്ട വിധം അതിന് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കണം. അതാണ് നിങ്ങളുടെ കടമ. ജനങ്ങളിലേക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കുക. അത് BJP നടത്തുന്നോ കോൺഗ്രസ് നടത്തുന്നോ CPM നടത്തുന്നോ അല്ല ഇവിടുത്തെ കാര്യം. ഒരേ രാജ്യം, ഒരു നീതി, ആ രീതിയിൽ കൊണ്ടുവരണം ഏറ്റവും നല്ലത്. പിന്നെ ഈ ഇതിനു മുമ്പ് പറഞ്ഞുകൊണ്ട് വയനാട് കാര്യങ്ങളൊക്കെ അറിയാം. ഈ വയനാട്ടിലെ കടുവ പിടിക്കാൻ ഇതിലൊക്കെ എത്രയോ എളുപ്പ വഴികളുണ്ട്. ചെയ്യാഞ്ഞിട്ടാന്നാ ഞാൻ പറയുന്നത്. ഞാൻ അതിനൊരു ഉപാധി എന്റെ എളിയ മനസ്സിൽ പറഞ്ഞു തരാം. ഒരു കൂട് അവിടെ വെക്കുകയാണ്, ആ കൂട്ടിൽ ഈ ശശീന്ദ്രനെ പിടിച്ചിടുക. ഈ പുലി ശരി നമ്മളെ ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വിജയൻ എന്നൊരു പ്രേക്ഷകൻ കൊല്ലത്തുനിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതിനു മുമ്പ് സുനിമോൾ എന്നോട് ചോദിക്കുന്നു, ഈ ഏകീകൃത സിവിൽ കോഡ് വന്നാൽ എന്താണ് കുഴപ്പം എന്നത്. ഇപ്പോൾ ഇതിൽ കുഴപ്പമൊന്നുമില്ല. ഏകീകൃത സിവിൽ കോഡിനെ അംഗീകരിക്കുന്ന വലിയ വിഭാഗം ആളുകളുണ്ട്. എന്നാൽ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് വലിയ വിഭാഗം ആളുകളുമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ തന്നെ അവിടുത്തെ ഗോത്രവർഗത്തെ പല വിഭാഗങ്ങളെയും ഇതിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം വന്നു. നോർത്ത് ഈസ്റ്റിൽ ഇത് ഒട്ടും പ്രായോഗികമല്ല എന്ന് അവിടുത്തെ ഗോത്ര വിഭാഗങ്ങൾ പറയുന്നു. പ്രത്യേകിച്ച് നാഗാലാൻഡിൽ വലിയ പ്രതിഷേധം ഗോത്ര വിഭാഗങ്ങൾക്കിടയിലൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇത് എത്ര കണ്ട് നടപ്പിലാക്കാൻ കഴിയുമെന്ന ഒരു ചർച്ചയാണ് പ്രധാനമായി അവിടെ വരുന്നത്. മനോഹരൻ MP പറയുന്നു ഏകീകൃത സിവിൽ കോഡ് വളരെ അനിവാര്യമാണ്, ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ എന്നാണ് അദ്ദേഹം കുറിക്കുന്നത്. വിജയൻ കൊല്ലത്ത് നിന്നാണ് ചേരുന്നത്. ശ്രീ വിജയൻ കേൾക്കാം? യെസ്. ശ്രീ വിജയന് എന്ത് തോന്നുന്നു? ഇത് അടുത്ത കാലത്ത് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൂടി പടരും എന്ന സൂചനയാണോ ശ്രീ വിജയൻ മനസ്സിലാക്കുന്നത്? നമസ്തേ. അല്ല, ഞാനിത് ഒരുപാട് കാലത്തിന് മുമ്പേ ഈ ഏകീകൃത സിവിൽ നിയമം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാ. അത് എന്നേ വരേണ്ടതാ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സുബീഷ് ഇതിന് കൈയടിക്കുന്നു, തൻ്റെ അഭിപ്രായത്തോട് കൈയടിക്കുന്നു. ദാസൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഏകീകൃത സിവിൽ കോഡ് ഇനി അടുത്ത സംസ്ഥാനങ്ങളിലേക്ക് കൂടി പടരും എന്നാണോ വിശ്വസിക്കേണ്ടത്? ഞാൻ ഈ ഏകീകൃത സിവിൽ കോഡിനെ അംഗീകരിക്കുന്നതാണ്. നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ ആൾക്കാർക്കും നിങ്ങൾ മതത്തിന്റെ പ്രൊട്ടക്ഷൻ വേറെ, നിങ്ങൾ അത് വേറെ കാര്യം നോക്കുക. ഇത് ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഒരൊറ്റ നിയമം, ഒരൊറ്റ നീതി, അതിന് വേറെ ഒന്നും വേണ്ട. സ്ഥലം കുറക്കാൻ വേണ്ടി പെട്ടെന്ന് നിർത്തണം. യെസ്, ദാസന്റെ വാക്കുകൾ വ്യക്തമാണ്. ഈ മതനിയമം വേണ്ടാത്തവർ മതരാജ്യങ്ങളിലേക്ക് പോയിക്കോട്ടെ എന്ന് ദിൻകൻ പറയുന്നു. ഈ ദിൻകൻ, ഞാൻ ഈ പൊതുവേദി നമ്മൾ ആദ്യഘട്ടം തൊട്ട് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ആരെങ്കിലും ഈ രാജ്യം വിട്ട് പോയിക്കോട്ടെ എന്ന് കരുതുന്നവർ അല്ല. നമ്മളിപ്പോൾ ഈ നിയമം ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ഇതിനോട് യോജിക്കുന്നവർ ഈ നാട് വിട്ടു പോയിട്ടുണ്ടോ? അപ്പോൾ ഈ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായം പറയാനുള്ളൊരു സ്വാതന്ത്ര്യമാണ് എല്ലാവരിലും ഉണ്ടാകേണ്ടത്. ഈ ദിൻകൻ പറയുന്നത് പോലെ ആർക്കെങ്കിലും ഒരു രാജ്യത്ത് ഒരു നിയമത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ ഉടനെ അവരെ ഈ രാജ്യം വിട്ട് പോകാൻ പറയുക എന്നതല്ല ഇന്ത്യയുടെ സംസ്കാരം എന്നുകൂടി ദിൻകൻ മനസ്സിലാക്കണം. ഞാൻ എപ്പോഴും പൊതുവേദിയിൽ പറയാറുള്ള സ്വാമി വിവേകാനന്ദൻ്റെ പ്രശസ്തമായ ഒരു വരിയുണ്ട്, ഐ ആം പ്രൗഡ് ടു ബിലോങ് ടു എ നേഷൻ വിച്ച് ഹസ് ഷെൽട്ടേർഡ് ദി പെർസിക്യൂട്ടഡ് ആൻഡ് റെഫ്യൂജീസ് ഓഫ് ഓൾ റിലിജിയൻ ആൻഡ് നേഷൻസ് ഓൺ എർത്ത് എന്ന്. ചിക്കാഗോയിൽ സ്വാമി വിവേകാനന്ദൻ നടത്തിയ ആ പ്രസംഗം പറയുന്നത് അങ്ങനെ പീഡിപ്പിക്കപ്പെട്ട എല്ലാ മനുഷ്യരെയും, എല്ലാ മതങ്ങളാലും രാജ്യങ്ങളാലും പീഡിപ്പിക്കപ്പെട്ട എല്ലാ മനുഷ്യരെയും സ്വാഗതം ചെയ്ത ഒരു നാടാണ് ഇന്ത്യ. അപ്പോൾ ഇവിടുന്ന് ഈ ആട്ടി ഓടിക്കുക എന്നതല്ല ശരി. നമ്മൾ സംവാദത്തിലൂടെ കൂടുതൽ ശരിയിലേക്ക് വരിക എന്നുള്ളതാണ്. ജയകുമാർ പറയുന്നത്, നമസ്കാരം, ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കും മുമ്പ് മലയോര താമസക്കാർക്ക് വേണ്ടി ഒരു സംരക്ഷണം നടപ്പിലാക്കണം എന്ന്. യെസ്, വ്യക്തം, കറക്റ്റാണ്. സുബീഷ് പറയുന്നു ഒരു രാജ്യം ഒരു നിയമം ആണ് വേണ്ടത്. സുബീഷിൻ്റെ അഭിപ്രായം അതാണ്. ഹൈദർ പറയുന്നത് ഇത് ഇന്ത്യയിലാണ് എന്ന് പറയുന്നു. യെസ്,
റോഷിനി പറയുന്നു, ഫോർ സിവിൽ പ്രോപ്പർട്ടി, ക്രിമിനൽ ലോ ആൻഡ് മാർഷൽ ആൻഡ് ഇൻഹെറിറ്റൻറ്റ് റൈറ്റ്സ് എവറി ഇന്ത്യൻ സിറ്റിസൺ ഷുഡ് ബി റിഗാർഡഡ് വിത്ത് ദ സെയിം സെറ്റ് ഓഫ് ലോസ്. എല്ലാവർക്കും തുല്യത വേണമെന്നാണ് റോഷി മനോഹർ പറയുന്നത്. ബാബു നായർ, ഒരു രാജ്യം ഒരു നിയമം മതി എന്ന് പറയുന്നു. ശ്രീരാം പറയുന്നു, ഏകീകൃത സിവിൽ കോഡ് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം എന്ന് പറയുന്നു. ദിൻകർ പറയുന്നു, മുത്തലാഖാണോ രാജ്യത്തിൻ്റെ സംസ്കാരമെന്ന്. മുത്തലാഖ് ഒരു രാജ്യത്തിൻ്റെ സംസ്കാരമാണോ അല്ലയോ എന്നുള്ളതൊക്കെ അത് നമ്മളുടെ രാജ്യത്ത് പലതരം പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മൾ കാലാനുസൃതമായി അതൊക്കെ മാറ്റുന്നു. അങ്ങനെ മാറ്റി എല്ലാവരും പുതിയ ഒരു ഇന്ത്യയിലേക്ക് നടന്നു നീങ്ങുക എന്നതാണ് ദിൻകറെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആരെയെങ്കിലും തുരത്തി വിട്ടതുകൊണ്ട് നമുക്കൊന്നും നേടാനില്ല. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വലിയ ഭൂരിപക്ഷം ഇന്ത്യക്കാരെ അവിടെ നിന്ന് അടിച്ചോടിച്ച് അതൊരു രാജ്യമായല്ലോ. ബംഗ്ലാദേശിലും അങ്ങനെ ഉണ്ടാക്കിയല്ലോ. എന്നിട്ട് ആ രാജ്യങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നത് നോക്കൂ. അതേസമയം എല്ലാവരെയും ചേർത്ത് പിടിച്ച ഇന്ത്യ വികസനത്തിലേക്ക് കുതിക്കുന്നു എന്നതുകൂടിയല്ലേ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായി നോക്കേണ്ടത്. രാജീവൻ പറയുന്നു, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഞാൻ ദാസൻ അടുത്ത പ്രേക്ഷകൻ ജോസഫ് തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജോസഫിന് പറയാം. അബ്സല്യൂട്ട്ലി കറക്റ്റ്. നമുക്ക് തീർച്ചയായിട്ടും വേണത്. ഈ പരിപാടി എന്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം, ഞാൻ മതം പറയുന്നില്ല ആളുടെ, ഞാനൊരു ശ്രീറാം മലബാർ സഭക്കാരനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ 3 വിഭാഗം കുട്ടികളുണ്ട്, ബ്രദേഴ്സ് ഉണ്ട്. അമ്മയുടെ ആദ്യ കെട്ട മക്കള്, അച്ഛന്റെ ആദ്യ കെട്ട മക്കള്, അച്ഛന്റെ അമ്മയുടെയും കൂടിയുള്ള മൊത്തം ഫുൾ ബ്രദേഴ്സ്. പണ്ടെന്നുള്ള ആലമച്ചാക്കോടെ കഥ പറയും, നേരത്തങ്ങൾ എന്ന് പറയില്ലേ, അതായത് അച്ഛൻ വേറെ അമ്മ വേറെ മക്കളുള്ള ഒരു കാലമായിരുന്നു. പിന്നെ സ്വാമി വിവേകാനന്ദനെ പറ്റി പറഞ്ഞുകൊണ്ട് ഈ വിഷയമെങ്കിലും പറയുന്നത്, അദ്ദേഹത്തിനോട് ആള് പറഞ്ഞൊരു സായിപ്പ്, ഗോഡ് ഈസ് നോ ഹിയർ. അദ്ദേഹം നൗ കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ഒരു കോമിറ്റ് പറഞ്ഞു, വായിക്കാൻ പറഞ്ഞു, നൗ ഹിയർ, ഗോഡ് ഈസ് നൗ ഹിയർ. അതുപോലെ അദ്ദേഹം കേരളം ഭ്രാന്താലയം എന്ന് പറഞ്ഞു, പണ്ട് കാലത്ത് മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കാം, ഇയർഫോൺ വെച്ച് സംസാരിക്കുന്ന ആളുകളെ കണ്ടിട്ടായിരിക്കാം പറഞ്ഞത്. പിന്നെ അടുത്ത കാര്യം പറയുന്നത്, നമ്മൾ ബ്രിട്ടീഷുകാർ എന്തൊക്കെ കുറ്റം നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും സതി തുടങ്ങിയിട്ടുള്ള ആ പൊട്ട ആചാരങ്ങളുമായി മാറ്റുന്നതിൽ അവരും കമ്മ്യൂണിസ്റ്റുകാരും പങ്കുവച്ചിട്ടുണ്ട്, ബ്രിട്ടീഷുകാരും പങ്കുവച്ചിട്ടുണ്ട്, മിഷണറിമാരും പങ്കുവച്ചിട്ടുണ്ട്. പല ദോഷങ്ങൾ അവർക്കുണ്ടായിരിക്കാം. അതുകൊണ്ട് ദോഷങ്ങൾ അത് നമ്മൾ കൊള്ളയടിച്ച് ബ്രിട്ടീഷുകാർ കൊണ്ടുപോയിരിക്കാം. സതി, എന്താണ് മുറപ്പെണ്ണ്, പിന്നെ സംബന്ധം എന്തായിരുന്നു. ഈ 1000 സ്ത്രീകൾക്ക് അമ്മയുടെ പേര് പറ്റി പറയാൻ കാരണം ഒരു അമ്മയിലേക്ക് പല പുരുഷന്മാരുടെ കുട്ടികളുണ്ടാവും, അതാണല്ലോ. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ദിലീപ് കുമാർ പറയുന്നു, ഒരു രാജ്യത്ത് ഒരു നിയമം ആവശ്യമാണ്. അനിൽ അമ്പലപ്പുഴ ഇതിനെ ഈ ഏകീകൃത സിവിൽ കോഡിനെ പിന്താങ്ങുന്നു. റോഷിനി മനോഹർ, യൂണിഫോം സിവിൽ കോഡ് ഡസ് നോട്ട് ഇൻഫ്രിഞ്ച് അപ്പോൺ റിലീജിയസ് ഓർ സിറ്റിസൺഷിപ്പ് റൈറ്റ്സ് ഇൻ എനി വേ എന്ന് പറയുന്നത്, അതായത് ആരുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കോ മതസ്വാതന്ത്ര്യത്തിലേക്കോ അത് കൈകടത്തുന്നില്ല എന്നാണ് റോഷിനി മനോഹർ പറയുന്നത്. നന്ദുറാം എനിക്ക് കൈകാണിക്കുന്നത്, നന്ദുറാമിനും എൻ്റെ അഭിവാദ്യങ്ങൾ. അനിൽ അമ്പലപ്പുഴ തുല്യനീതി എന്ന് പറയുന്നു. ശ്രീരാം, ഒരു രാജ്യം ഒരു നിയമം എന്ന് പറയുന്നു. ജോസഫ് വിളിക്കുന്നത് ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ്. ജോസഫ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വിളിച്ചിട്ട് കുറേ ദിവസമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ ജോസഫ്? കുറേ ദിവസമായല്ലോ പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട്. ഞാൻ സാറിന്റെ പ്രോഗ്രാം കാണുന്നുണ്ട് സാർ. കാണുന്നുണ്ട്, പക്ഷെ വിളിക്കുന്നില്ല അല്ലേ? ഇല്ല, ഞാൻ മാറിയിരുന്നു, വീക്ഷിക്കായിരുന്നു, ഞാൻ അസ്വസ്ഥനായിരുന്നു സാർ. അസ്വസ്ഥനായിരുന്നോ? അത് ശരി, ഓക്കെ. ഇപ്പൊ എന്തായാലും സാർ, ഞാൻ ഈ അസ്വസ്ഥനായിരുന്നെന്ന് പറഞ്ഞ് സാറ് പറഞ്ഞ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. സാർ ഇടയ്ക്ക് പറയുമ്പോ എനിക്കത് കട്ടിങ് ആവണോ? അത് ശരി. ഞാൻ അസ്വസ്ഥൻ എന്ന് പറയുന്നത്, ഇത് എന്നെ പോലുള്ള സാധാരണക്കാരൻ വിളിക്കുമ്പോ സാറ് ഒരു ലിമിറ്റഡ് സമയം തരുന്നു എന്നുള്ള ഒരു പരാതിയല്ല. അതായത് എല്ലാവർക്കും ടൈം ലിമിറ്റ് വെക്കുക. ചില വ്യക്തികളെ സാറ് കയറൂരി വിടുന്ന പോലെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അത് കേൾക്കുമ്പോ ഞങ്ങളെ പോലൊക്കെ അസ്വസ്ഥത വരുന്നുണ്ട്. അവര് പറഞ്ഞു ശരിയോ തെറ്റോ ന്യായമോ പൊതുവേദി എന്ന് പറയുമ്പോ എല്ലാവർക്കും ഈ വേദിയിൽ നിന്ന് അവനവന്റെ അഭിപ്രായം പറയാനുള്ള സാഹചര്യം ഓട്ടോമാറ്റിക് കട്ടാവണം. അല്ല, അങ്ങനെയല്ല. നമ്മള് അങ്ങനെ ആളുകൾ ഓട്ടോമാറ്റിക്കായി കട്ടാക്കുന്ന രീതിയല്ല. ഇപ്പോൾ കുറേ ആളുകൾ ഒരു വിഷയത്തെ അനുകൂലിച്ച് സംസാരിച്ചു എന്ന് വിചാരിക്കാം. അതിനെ എതിർക്കുന്നവർക്ക് അത് കൃത്യമായി പറയാൻ കഴിഞ്ഞില്ല. ചിലപ്പോൾ അത് ഒരാൾക്കായിരിക്കും. വിഷയത്തിൽ നിന്നുകൊണ്ടാണെങ്കിൽ പഠിക്കാൻ നല്ലതാണ്. നമുക്ക് വിഷയത്തിൽ നിന്നുകൊണ്ടാണെങ്കിൽ പഠിക്കാൻ നല്ലതാണ്. വിഷയത്തിൽ നിന്ന് മാറിയാണ് ആളുകൾ പോകുന്നത്, അല്ലേ? ശരി. സാറേ, എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഏകൽ സിവിൽ കോഡ് നിയമം വരേണ്ടതാണ്, വരും. ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിൽ വരും. ഇത് ഒരു പ്രത്യേക സമുദായത്തെയോ പ്രത്യേക വ്യക്തികളെയോ പ്രത്യേക ഗോത്രങ്ങളെയോ എതിരല്ല. ഇത് ഈ ഇന്ത്യൻ സമൂഹത്തിൽ ഭാരതീയൻ എന്ന് പറയുന്നത് പ്രൗഢിയോട് പറയണമെങ്കിൽ ഭാരതീയൻ എല്ലാ നിയമങ്ങളെയും അനുസരിക്കാനും അത് ഫോളോ ചെയ്യാനും തയ്യാറാവണം എന്നാണ്. കാശ്മീരിന് ഒരു നിയമം, കേരളത്തിനൊരു നിയമം, അങ്ങനെ പാടില്ല. എല്ലാവർക്കും ഒരു നിയമം. ചില വ്യക്തികള് രജിസ്ട്രേഷന് പോകുമ്പോൾ അത് ചില വ്യക്തികൾ എതിർക്കുന്നത് സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
അല്ല, ഞാനൊരു സംശയം ജോസഫിനോട് അങ്ങോട്ട് ചോദിക്കുകയാണ്. അതായത് ജോസഫിന് ഇന്ന് കുറച്ച് സമയം തരാമെന്ന് തന്നെ വിചാരിക്കും, കിട്ടാത്തതുകൊണ്ട് ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കും. ഈ നമുക്ക് ഒരു ഏകീകൃത ക്രിമിനൽ നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ പറ്റുന്നില്ല. ഫോർ എക്സാമ്പിൾ, കേരളത്തിൽ ബീഫ് കഴിക്കുന്നത് ഒരു തെറ്റല്ല, പക്ഷേ അത് മറ്റ് ചില രാജ്യങ്ങളിൽ ക്രിമിനൽ കുറ്റമാണ്. അങ്ങനെ രാജ്യത്തൊരു ക്രിമിനൽ നിയമം നടപ്പിലാക്കാൻ കഴിയാതിരിക്കുമ്പോൾ സിവിൽ നിയമം നടപ്പിലാക്കാൻ കഴിയും എന്ന ഉറപ്പ് ജോസഫിന് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? സാറേ, സിവിൽ നിയമം എന്ന് സിവിൽ നിയമത്തെ സാറ് ഹലോ കേൾക്കും. ഈ സിവിൽ നിയമത്തെ സാറ് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോഴാണ് സാറിന് ഈ ബീഫിന്റെ വിഷയത്തിൽ പോകാൻ വരുന്നത്. സിവിൽ നിയമം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം ജനനം മുതൽ മരണം വരെയുള്ള നിയമങ്ങളെ അതിന്റെ ഉള്ളിൽ വരുന്നുണ്ട് സാർ. ഈ മറ്റേ ഭക്ഷണം അല്ലെങ്കിൽ ഒരു മൃഗത്തെ കൊന്ന് അതിന്റെ ഭക്ഷണം കഴിക്കുന്നതിന് ഉള്ള ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ നമ്മൾ വിഭാഗീയത കടന്നു വരും നമ്മുടെ മനസ്സിൽ. നമ്മൾ ഞാൻ നീ നമ്മൾ എന്നുള്ള മനോഭാവം കടന്നു വരും, ഷുവർ. ശരി, ഞാൻ അതിൻ്റെ വിഭാഗീയതയിലേക്കൊന്നും പോയില്ല. ഞാൻ ചോദിച്ചത്, ഒരു രാജ്യത്ത് 2 സിവിൽ നിയമങ്ങളാണ്. നിങ്ങൾക്ക് ഒരിടത്തൊരു കാര്യം ചെയ്യാം, ക്രിമിനൽ നിയമങ്ങളാണ്, മറ്റൊരിടത്ത് അത് തെറ്റേയല്ല. അപ്പോൾ ആ സാഹചര്യം സിവിൽ നിയമങ്ങളിൽ ഈ പ്രശ്നം വരില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. അതിൽ ജാതിയും മതമൊന്നും ഞാൻ സിവിൽ നിയമം വരില്ല സാർ, അത് ബാധിക്കും. ഉദാഹരണം ഞാൻ പറഞ്ഞു, ചില അമ്പലങ്ങളുടെ പരിസരത്ത് ചില ഹോട്ടലുകളിൽ ബീഫ് വിളമ്പാൻ അല്ലെങ്കിൽ നോൺ വെജ് സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ സഹകരിക്കുന്നുണ്ട് അവിടുത്തെ ജനങ്ങള്. നമ്മുടെ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ തന്നെയുണ്ട് പല അമ്പലങ്ങളുടെ പരിസരത്തും. അപ്പൊ ജോസഫ് ഫോർട്ട് കൊച്ചിയിലല്ലേ? സാറേ, ഞാൻ എല്ലാ ജില്ലയിലും വ്യക്തമായിട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഓരോ ജില്ലയെടുത്ത് പറയുന്നത്. ശരി. ഏതായാലും ശ്രീ ജോസഫ് പിടങ്ങി മാറി നിൽക്കരുത്, പൊതുവേദിയിലേക്ക് നിരന്തരം വിളിക്കണം. ചില ആളുകൾക്ക് അധികം സമയം കൊടുത്താൽ ജോസഫിനും ഇന്ന് അധികം സമയം കിട്ടി. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മാറിയും മറിഞ്ഞും വരും. എല്ലാവരോടും പൊതുവേദിക്ക് തുല്യ നിയമമാണ്. പക്ഷേ ഒരു ഏകീകൃത സിവിൽ കോഡ് പോലെ ഒരു ഏകീകൃത സമയ കോഡ് വയ്ക്കാൻ പൊതുവേദിക്ക് ചില പ്രയാസങ്ങൾ ഉണ്ട്. ഒരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം, ഷോർട്ട് ബ്രേക്ക്. യെസ്, പൊതുവേദി തുടരുകയാണ്. ശ്രീരാം പറയുന്നു ഒരു രാജ്യത്ത് ഒരു നിയമം മതിയെന്ന്. യാത്ര എനിക്ക് 3 ഹൃദയങ്ങൾ അയച്ചിട്ടുണ്ട്. യാത്രയോട് എനിക്ക് എൻ്റെയും സ്നേഹവും ആശംസകളും അറിയിക്കുന്നു. 3 ഹൃദയങ്ങൾക്ക് നന്ദി. കോട്സ് കണക്ട് പറയുന്നത് നരേന്ദ്രമോദിക്കൊപ്പമാണ് താൻ എന്ന് പറയുന്നു. ജോസഫ് സാർ കലക്കി എന്ന് ശ്രീരാം പറയുന്നു, അദ്ദേഹത്തെ പിന്തുണച്ചിട്ടുണ്ട്. ധന്യാധരൻ പറയുന്നത് ഏക നിയമം വന്നാൽ ഒരു രാജ്യത്ത് എല്ലാ ജനങ്ങളെയും തുല്യമായി കാണുന്നു എന്നല്ലേ വരുന്നതെന്ന് പറയുന്നു. ജയകുമാർ പറയുന്നത് ജോസഫ് പറഞ്ഞത് താങ്കൾക്ക് മനസ്സിലായി കാണുമല്ലോ, എല്ലാവരും ഒരാളെ വിമർശിക്കുന്നത് എന്തുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കാൻ അരോചകം തോന്നുന്നു, അത് കാരണം പലരും ഇപ്പോൾ വിളിക്കാറില്ല എന്ന് പറയുന്നു. ഓക്കെ, എല്ലാവരും നമ്മൾ പലതരം പിണക്കങ്ങളൊക്കെ മാറ്റിവെച്ച് ഒന്നിച്ച് നിൽക്കാനുള്ള ഒരു ശ്രമമാണ് ജയകുമാർ നടത്തേണ്ടത്. രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് ചേരുന്നത്. ശ്രീ രവീന്ദ്രൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ ഏകീകൃത സിവിൽ കോഡ് മറ്റു സംസ്ഥാനങ്ങളിൽ കൂടി നടപ്പിലാക്കും എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? സാറേ, വളരെ ചുരുങ്ങിയ വാക്കുകളൊന്നും സാറ് പറയാൻ കാരണം ദീപു സാറിന്റെ അളിയനായ ദീപു വിളിക്കാനുള്ള പേടിയാണോ? എനിക്ക് അങ്ങനെ സഹോദരിമാരില്ല, അതുകൊണ്ട് അളിയനുമില്ല. അല്ല രവീന്ദ്രൻ, താങ്കൾ അല്ല എനിക്ക് അല്ല ഇത് അങ്ങനെയുള്ള ഒറ്റപ്പാടിന്റെ ബഹളത്തിനൊന്നും ഒരാവശ്യം ഇവിടെ ഇല്ല. എനിക്ക് പ്രധാനപ്പെട്ടതെന്ന് തോന്നിയ നിമിഷങ്ങളിൽ ഞാൻ താങ്കളോട് സംബന്ധിച്ചിട്ടുണ്ട്. അതേപോലെ മറ്റൊരാളുടെ പേര് പറഞ്ഞതിന് താങ്കൾ ഇങ്ങോട്ട് വിളിക്കരുത്. അല്ല, അതല്ല ആവശ്യം. താങ്കൾക്ക് പറയാനുള്ള കാര്യമുണ്ടെങ്കിൽ താങ്കൾ പറയുക. അല്ല, എനിക്ക് ഇത്ര അറിയാവുന്ന മാന്യതയാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത്. ഏതായാലും ഇതിനേക്കാൾ മാന്യത എനിക്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്കൾക്ക് ഇത് യോജിക്കാം, അതൊക്കെ വേറെ കാര്യം. വ്യക്തിപരമായ ആരോപണങ്ങൾ നടത്താനുള്ള ഒരു വേദിയല്ല ഇത്. ഞാൻ താങ്കളിലേക്ക് ഇനി വരാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ താങ്കൾക്ക് പറയാം. അല്ല, മറ്റുള്ളവർക്ക് എത്ര സമയം കൊടുക്കണം, അങ്ങനെ എത്ര കൊടുക്കണം തീരുമാനിക്കാണല്ലോ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അത് മാറുമ്പോൾ താങ്കളെ ആ പണി ഏൽപ്പിക്കുമ്പോൾ അത് ചെയ്യാം. തൽക്കാലം ഇപ്പൊ ഇതാണ്. വെരി താങ്ക് യു. ഏതായാലും വിളിച്ചല്ലോ, വളരെ സന്തോഷം. പിന്നെ കാണാം. ഓക്കെ, ബിനോയ് ഉണ്ട് കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ബിനോയിലേക്ക് ഞാൻ വരാം. സബ്രീൻ ഖലീൽ, വി ആർ ഇന്ത്യൻസ്, വി ഷുഡ് വാണ്ട് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ചേകവർ മീഡിയ പറയുന്നു 1 India 1 law. അതേസമയം എൻജോയ്സ് പറയുന്നു 1 India 1 1 India 1 സിവിൽ ലോ എന്ന് പറയുന്നു. ശ്രീരാമിന് വളരെ സന്തോഷമായി എന്നെ ഒരാൾ ചീത്ത വിളിച്ചപ്പോൾ അതിന് രവീന്ദ്രന് വളരെ ഇങ്ങനെയൊക്കെയാണോ ശ്രീരാമെ വേണ്ടത് എന്ന് ശ്രീരാം ഒന്നുകൂടി ചിന്തിക്കുക. നമ്മൾ ഒരു പൊതുവേദിയിൽ ഒരു കാര്യം ചർച്ച ചെയ്യുമ്പം ഇത്തരം ആഭാസതരമായ വാക്കുകളാണോ പ്രയോഗിക്കേണ്ടതെന്ന് ശ്രീരാം ചിന്തിച്ചിട്ട് ഇങ്ങനെയുള്ള ആളുകളെ പുകഴ്ത്തുന്നതിൽ എന്ത് രസമുണ്ട് എന്നുകൂടി ചിന്തിക്കുക. അത് അങ്ങനെ തോന്നുന്നെങ്കിൽ അതിനെ പുകഴ്ത്തുന്നതിൽ തെറ്റില്ല. ഓക്കെ, സൂപ്പർ കോൺഗ്രസും എന്ന് പറയുന്നു ഗ്രീൻ പ്രിൻസ് അതുക്കുള്ള എനിക്ക് ഭാരതത്തിൽ നമ്പർ 1
തീവ്രത്തികളാണ്. ഓക്കെ, എനിക്ക് അത് കൃത്യമായി വായിക്കാൻ കഴിയുന്നില്ല, ഇംഗ്ലീഷിലാണ് മലയാളം എഴുതിയിരിക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, നമ്മുടെ അടുത്ത പ്രേക്ഷകൻ ചേരുന്നത് ബിനോയ്. ശ്രീ ബിനോയ് ആണ് കൊല്ലത്ത്. ശ്രീ ബിനോയ്, ഈ ബിനോയ് കേൾക്കാമോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ബിനോയ്, ഇത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നതാണോ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? എന്തുവാണ് ചോദ്യം? വ്യക്തമായില്ല. ഞാൻ ചോദിക്കുന്നത്, നാളെ ഏകീകൃത സിവിൽ കോഡ് ഉത്തരാഖണ്ഡിൽ നടപ്പിലാകുന്നു. ഇത് 3/2 ഭൂരിപക്ഷം ലഭിച്ചാൽ BJP രാജ്യത്തുടനീളം നടപ്പിലാക്കും എന്നവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞൊരു വാഗ്ദാനമാണ്. പക്ഷേ ആ സാഹചര്യത്തിൽ നിന്ന് മാറി ഇപ്പോൾ സംസ്ഥാനങ്ങളിലായി അത് നടപ്പിലാക്കി വരികയാണ്. ഇത് കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുമോ? എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഭാവി അവസ്ഥ എന്നാണ് താങ്കൾ കരുതുന്നത്? ഇത് കഴിഞ്ഞ 11 വർഷമായി BJP അവരുടെ ഇലക്ഷൻ പത്രികയിൽ പോലും പറഞ്ഞത് ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരും എന്നുള്ളതാണ്. പക്ഷേ കേന്ദ്രത്തിൽ അവർക്ക് ഒരിക്കലും ഏകീകൃത സിവിൽ നിയമം നടപ്പാക്കാൻ കഴിയില്ല. ഇപ്പൊ മനു സൂചിപ്പിച്ചത് കണക്കാൻ 3/2 ഭൂരിപക്ഷം വേണം. അത് കഴിഞ്ഞ പ്രാവശ്യം അതിനരികെ അവരെത്തി. പക്ഷേ ഇപ്പോൾ അവർക്ക് തിരിഞ്ഞു പോലും നോക്കാൻ കഴിയില്ല. ഞാനൊരു കാര്യം മനു പറയുന്നു, ഇത് ബഹുസ്വരതയുടെ നാടാണ് നമ്മളുടെ നാട്. ഒരുപാട് ജാതികളും മതങ്ങളും ഉപരിജാതികളും ഉള്ള നാടാണ്. ഓരോരുത്തരും അവരുടെ വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്നു, അവരുടെ രീതിയിൽ പോകുന്നു. പക്ഷേ BJP ഒരു ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് ഇതിന്റെ മുന്നോടിയായി ഉള്ളൊരു ഭാഗമാണ് ഏകീകൃത സിവിൽ കോടതി. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, പ്രത്യേക ഒരു സമുദായത്തിനെ ഉന്നം വെച്ചുകൊണ്ടാണ് BJP ഏകീകൃത സിവിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഇപ്പൊ അവർക്ക് കേന്ദ്രത്തിൽ നടപ്പിലാക്കാൻ പറ്റിയപ്പോൾ, ഇപ്പൊ ഞാൻ യാത്രയിലാണ്, സത്യത്തിൽ മനു പറഞ്ഞപ്പോഴാണ് ഞാൻ അതിന്റെ ഒരു സീരിയസ്നെസ് 2 ദിവസമായിട്ട് ഞാൻ ചർച്ചകളായിട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പൊ മനു പറഞ്ഞ ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിൽ. നേരത്തെ അവിടെ ചർച്ച ചെയ്ത് പാസ്സാക്കിയതാണ്. നാളെ മുതൽ അത് നടപ്പിലാകും. നാളെ മുതൽ അവർ നടപ്പിലാക്കും എന്ന് പറഞ്ഞു. പക്ഷെ BJPയും RSSും സംഘപരിവാറും ഒക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ഇന്ത്യ മഹാരാജ്യം ഹൈന്ദവന്റെയോ ക്രൈസ്തവന്റെയോ മുസൽമാന്റെയോ പഞ്ചാബിയുടെയോ എന്നുള്ള എല്ലാവരുടെയും കൂടി ചേർന്നാണ് ഇന്ത്യ മഹാരാജ്യം. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ആചാരങ്ങളുണ്ട്, അവരുടെ ഓരോ രീതിയിലുള്ള കല്യാണങ്ങളുണ്ട്, ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഹിന്ദുത്വവാദ ഗവൺമെന്റ് ആക്കിക്കൊണ്ട് ലോകത്ത് ഇന്ത്യയെ അറിയപ്പെടുന്നത് ജനാധിപത്യ മതേതരത രാജ്യം എന്നാണ്. പക്ഷെ ഏകീകൃത സിവിൽ കോടതിയെ എന്നെ സംബന്ധിച്ചോളം ഞങ്ങളെ സമുദായവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അംഗീകരിക്കുന്നതല്ല. അതുകൊണ്ട് ഏകീകൃത സിവിൽ കോടതി എന്ന തെറ്റായ ഒരു തീരുമാനമാണ്. അത് നടപ്പാക്കുന്നത് ചിലപ്പോൾ അവർക്ക് ഭൂരിപക്ഷം ഉള്ളത് കൊണ്ടായിരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കേന്ദ്ര ഗവൺമെന്റ് ബഹുമാന്യനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അമിത്ഷായും കഴിഞ്ഞ 2016 അതിനുശേഷവും ഒക്കെ പറയുന്നത് ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരുന്ന ഇന്ത്യയിൽ. പക്ഷെ ഇന്ത്യയിൽ അവർക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇപ്പൊ അവർക്ക് ഉത്തരാഖണ്ഡിൽ താൽക്കാലികമായി ഒരു ഭരണം കിട്ടിയതുകൊണ്ട് ചിലപ്പോൾ പറ്റാം. പക്ഷെ അവിടെയെല്ലാം മതേതര ഗവൺമെന്റ് വരുമ്പോൾ അതിനെയെല്ലാം കാറ്റിൽ പറപ്പിച്ചുകൊണ്ട് ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസങ്ങൾ, ഓരോരുത്തർക്കും അവരവരുടെ, ഇപ്പൊ മനു തന്നെ പറഞ്ഞു എന്താണ് സിവിൽ ക്രിമിനൽ ഏകീകൃത സിവിൽ ക്രിമിനൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് വെച്ചാൽ എന്റെയും ചോദ്യം അത് തന്നെയാണ്. പക്ഷെ മനുഷ്യന്റെ മൗലിക അവകാശങ്ങളെയും മനുഷ്യന്റെ മതവിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യുന്നതാണ് ഏകീകൃത സിവിൽ നിയമം എന്നുള്ളത്. ആ നിയമത്തിനോട് ഇന്ത്യയിലുള്ള 90% അല്ലെങ്കിൽ 95% ജനാധിപത്യ വിശ്വാസികൾ, മതേതര വിശ്വാസികൾ അംഗീകരിക്കുന്നില്ല. പിന്നെ ഭൂരിപക്ഷം കിട്ടിയ ഗവൺമെന്റിന് ചെയ്യാം, അതൊരു ജനാധിപത്യമാണ്. പക്ഷെ അമേരിക്കയിലോ മറ്റു പുറത്തോ ഒക്കെ ആണെങ്കിൽ എപ്പോഴാ ഗവൺമെന്റിനെ തിരിച്ചു വിളിച്ചനെ, തിരിച്ചു വിളിക്കാനുള്ള ഒരു നമ്മളുടെ ജനാധിപത്യത്തിൽ ഇല്ലാതായി പോകും. അല്ലേ മനു? മനു നേരത്തെ പറഞ്ഞത് കറക്റ്റ് ആണ്. സിവിൽ എന്താണ് ക്രിമിനൽ ഏകീകൃതം കൊണ്ടുവരാൻ പറ്റുമോ മനു? ഇല്ല. യെസ്, അതെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. എന്നെ പിന്തുണയ്ക്കുകയാണ് സുനിമോൾ പറയുന്നത്, പൊതുവേദിയിൽ വിളിച്ച് ബഹളം വെക്കുന്നതിന് പകരം അഭിപ്രായങ്ങൾ പറയുകയല്ലേ വേണ്ടതെന്നാണ്. സുനിമോളുടെ പിന്തുണയ്ക്ക് നന്ദി. അതോടൊപ്പം GM ഇന്ത്യ പറയുന്നത് വളരെ നല്ല തീരുമാനമാണ്, ഇന്ത്യയിൽ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്ന് പറയുന്നു. എന്നെ പിന്തുണച്ച് മറ്റൊരാളും എത്തുന്നുണ്ട്. രവീന്ദ്രൻ പറയുന്നു ഇനി ഒരിക്കലും ജയകുമാർ പറയുന്നു ഇനി ഒരിക്കലും ഈ രവീന്ദ്രൻ്റെ കോള് കണക്ട് ചെയ്യരുത്, സാറിനോട് ഇങ്ങനെ സംസാരിച്ചതിൽ വളരെ വിഷമമുണ്ട് എന്ന് പറയുന്നു. ശ്രീ ജയകുമാർ, അതിൽ വിഷമിക്കാനൊന്നുമില്ല. നമ്മളൊരു പൊതുവേദിയിൽ നിൽക്കുമ്പോൾ ആളുകൾ പലതരത്തിൽ റിയാക്ട് ചെയ്യും. ചിലർക്ക് നമ്മളോട് ദേഷ്യമുണ്ടാവും,
അവരത് പ്രകടിപ്പിക്കും. പക്ഷേ അത് കുറേ കൂടി സൗമ്യമായി പ്രകടിപ്പിക്കണം, അല്ലെങ്കിൽ മാന്യമായി പ്രകടിപ്പിക്കണം എന്നൊരു അഭിപ്രായം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോൾ എനിക്കെതിരെ എഴുതുന്ന കമൻറ്റുകൾ പോലും ഞാൻ വായിക്കുന്നില്ലേ, അത് സഹിഷ്ണുതയാണ്. അപ്പോൾ അസഹിഷ്ണുത കൊണ്ട് നമുക്കൊന്നും നേടാൻ കഴിയില്ല. ഇപ്പോൾ BJP-കാരനാണ് താൻ എന്ന് വ്യക്തമാക്കുന്ന ശ്രീറാം പക്ഷേ ഈ തെറി വിളിച്ച രവീന്ദ്രനൊപ്പമാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ ആശയം ഇങ്ങനത്തെ സംസ്കാരമാണോ വെച്ച് പുലർത്തുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പരിചയമുള്ള BJP-കാരൊന്നും ഇങ്ങനെ സംസാരിക്കുന്നവരല്ല. അവർ വളരെ നല്ല ആളുകളായിട്ടാണ് എന്നോട് പരിചയപ്പെട്ടവരെല്ലാം തോന്നിയിട്ടുള്ളത്. എന്താണ് ഈ ശ്രീറാം ഇങ്ങനെ പറയുന്നത് എന്നെനിക്ക് മനസ്സിലായില്ല. റോഷ്നി മനോഹർ പറയുന്നു, ബിനോയ്ക്കുള്ളൊരു മറുപടിയാണ്. മിസ്റ്റർ ബിനോയ്, ദർ ആർ മെനി സ്പെഷ്യൽ ആക്ട്സ് അണ്ടർ ഹിന്ദു ഇൻഹെറിറ്റൻസ് ലോ ഓഫ് ഡിഫറെൻറ്റ് ട്രൈബ്സ് ദാറ്റ് ഇസ് ഗോയിങ് ടു ഗെറ്റ് ഇമ്പാക്ട് ബൈ ദി യൂണിഫോം സിവിൽ കോഡ് ആൻഡ് ദിസ് അബൌട്ട് റിലിജിയൻ യു നോ അബൌട്ട് ഫാക്ട്സ് എന്ന് പറയുന്നു. സുനിൽ ബേബി പറയുന്നു, ഈ വിഷയം ചർച്ച ചെയ്യാനേ പാടില്ലായിരുന്നു. വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇന്ത്യയിലുണ്ട് സാർ, എത്രയോ പൗരന്മാർ വിദേശ നാടുകളിൽ കഷ്ടപ്പെടുന്നുവെന്നാണ്. നമ്മൾ അതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. സുനിൽ ബേബി കവല എന്താണ് പേര്. ഏതായാലും സുനിൽ ബേബിയോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നു. നമ്മൾ സാധാരണക്കാരുടെ, പ്രത്യേകിച്ച് ഈ പൊതുവേദിയിലേക്ക് ഒരുപാട് പ്രവാസികൾ വിളിക്കാറുണ്ട്, പല രാജ്യങ്ങളിൽ നിന്ന് വിളിക്കാറുണ്ട്. നമ്മൾ അവരോട് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നു. അപ്പോൾ നമുക്കങ്ങനെ വിഷയത്തോട് പ്രശ്നമൊന്നുമില്ല. ഡോക്ടർ അൻസാർ പറയുന്നത്, എല്ലാവരും ഒരു നിയമം എന്നത് ശരിയാണ്, എന്താണ് തെറ്റ്, മതത്തിൻ്റെ പേരിൽ വേർതിരിവ് വേണ്ട എന്ന് പറയുന്നു. സ്വപ്ന സാമുവൽ പറയുന്നു, സാർ ഒരു ദുഃഖവാർത്തയുണ്ട്, സിവിൽ സപ്ലൈസിൽ വില കൂടി എന്നാണ് പറയുന്നത്. അത് ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അത് എനിക്കതിനെപ്പറ്റി അറിയില്ല. ഓക്കെ, ഏതായാലും അത് വില കൂടിയാൽ അത് നിരുത്സാഹപ്പെടുത്താനുള്ള ഒരു സർക്കാരിൻ്റെ നീക്കമായി കണ്ട് പലരും അതിൽ നിന്ന് പിൻവാങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ശ്രീറാം പറയുന്നത്, ഞാൻ അങ്ങോട്ട് റെസ്പെക്റ്റ് കൊടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് റെസ്പെക്റ്റ് കിട്ടാത്തതെന്ന്. ആയിക്കോട്ടെ, ഏതായാലും മറ്റാളുകൾക്കില്ലാത്തൊരു പ്രശ്നം ഉണ്ടാകാം. ഓക്കെ, സുനിൽ കുമാർ പറയുന്നു, ഡൈവേഴ്സിറ്റി ഈസ് ദ ബ്യൂട്ടി ഓഫ് ഇന്ത്യ, ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ ഫെഡറൽ സിസ്റ്റം ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രം ഗുണ്ടൽപേട്ട്. എലിയാസ് എറണാകുളം നമുക്കൊപ്പം ചേരും. കണ്ണനാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ കണ്ണൻ, കേൾക്കാമോ? കണ്ണൻ പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട് കുറേ ദിവസങ്ങളായി അല്ലേ? ഞാൻ ഒത്തിരി തവണ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ റിങ് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ എടുക്കാറില്ല. എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, കുഴപ്പമില്ല സാറേ. പക്ഷെ കണ്ണൻ കുറേ ദിവസമായി വിളിച്ചിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. ഞാൻ ഇടയ്ക്കൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു സാറേ, പക്ഷെ കിട്ടാറില്ല സാറേ. പിന്നെ ഞാൻ ഒരു ഇത് പറയുവാണ്, ഈ രവീന്ദ്രൻ എന്ന് അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹത്തിന്റെ വാദപ്പടി വരെ ചിലപ്പോൾ സാക്ഷരത എത്തിയിട്ട് കാണുന്നത്, അല്ലെങ്കിൽ ഒരു മോശം പരാമർശം അത് ആർക്കും നമ്മുടെ കേരളത്തോട് പിന്നെ ജീവിക്കുന്നവർക്കൊന്നും അങ്ങനെ ഈ പൊതുവേദിയിൽ നമ്മള് മറ്റൊന്നുമല്ല, ലോകം മൊത്തം അറിയുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ മാന്യമായിട്ട് ആര് സംസാരിച്ചാലും അത് അവതാരകന്റെ ഒരു മാന്യമായി കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതിലെന്താണെന്ന് അറിയാമോ കണ്ണൻ, ഇതൊക്കെ പൊതുവായി ഉള്ള ചർച്ചകളെ പണ്ട് ആളുകൾ പുസ്തകങ്ങൾ വായിക്കുന്നതിനെതിരായ ഒരു വലിയ വിഭാഗം ഉണ്ടായിരുന്നു. അന്ന് അവർ പുസ്തകങ്ങൾ വായിക്കേണ്ട കാര്യമില്ല, അവർ പറയുന്ന ചില രീതികൾ മാത്രം നടപ്പിലാക്കിയാൽ മതിയെന്ന്. പിന്നെ പത്രങ്ങൾ വന്നപ്പോൾ ആളുകൾ പത്രം വായിക്കുന്നത്, പത്രം വായിക്കരുത് എന്ന് പറയുന്നത്. ഇപ്പോൾ മാധ്യമങ്ങൾ വേണ്ട, ചർച്ചകൾ വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങളൊരു കാര്യം പറയും നിങ്ങൾ അതങ്ങ് കേട്ടാൽ മതി എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളെ മാധ്യമങ്ങൾ തുടരെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടാകും നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ. അപ്പോൾ അത് ഞാൻ പറയുന്നത് കേൾക്കൂ എന്ന ഒരു നിലപാട് ആർക്കും ഇനിയുള്ളൊരു കാലത്ത് സ്വീകരിക്കാൻ കഴിയില്ല. അതാണതിലെ കാര്യം. അപ്പോൾ ആളുകൾ നമ്മളെ വിമർശിച്ചോട്ടെ, എനിക്കതിലൊന്നും ഒരു വിഷമമില്ല. ഞാനത് വളരെ സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിക്കുകയും ചെയ്യുന്നു. അത് ഇപ്പോ ആ ഒരു കാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള നീക്കമാണ് സാർ. പിന്നെ ഇപ്പൊ നമ്മൾക്കറിയാം, ഇപ്പൊ പണ്ട് കാലങ്ങളിൽ ഇപ്പൊ ഈ സവർണ മേധാവികൾ വന്നു പറഞ്ഞാൽ അവിടുത്തെ പുരുഷന്മാർ മാറിക്കൊടുക്കണം, ആ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരത്തക്ക രീതിയിലുള്ള പ്രവർത്തനമാണോ ഇപ്പൊ നടക്കുന്നുള്ള സംശയമുണ്ട്. അതിനാൽ ജനാധിപത്യപരമായിട്ട് നല്ല നേതാക്കന്മാരെ അവരെ താറടിച്ച് കാണിക്കുക, കള്ളക്കേസിൽ കൊടുക്കുക, അപ്പൊ ജനങ്ങൾക്ക് ഈ ജനാധിപത്യത്തെ വിശ്വാസമില്ലാതാക്കുക, അല്ലെങ്കിൽ ജനങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യുന്ന ആരായാലും, ഒരു നേതാവെന്നല്ല, സമൂഹത്തിൽ ജനങ്ങളോട് സ്നേഹമുള്ള ആരായാലും സാമ്പത്തികമായിട്ടൊക്കെ അല്ലെങ്കിൽ മറ്റേ വിവാഹ കാര്യങ്ങള്, ഈ ജാതി മത ഭേദമന്യേ ഒത്തിരി ആൾക്കാർ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇസ്ലാമും എന്ന് പറയുമ്പം പിന്നെ നമുക്കറിയാം, ഇപ്പൊ ഒരു എത്രമാത്രം ഉണ്ടെങ്കിലും അതിൽ വിരലിൽ എണ്ണാവുന്ന ആൾക്കാരാണ് ഈ തീവ്രവാദി സ്വഭാവമുള്ളത്. ബാക്കി എല്ലാവരും നന്മയുടെ വശങ്ങളുള്ളവരാണ്.
നമ്മൾക്കറിയാം നമ്മുടെ കേരളത്തിൽ ഇന്ന് ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ വരെ എത്തിത്തീർന്നത് പണ്ടത്തെ നമ്മുടെ മിഷണറിമാരുടെ പ്രവർത്തനം കൊണ്ടാണ്. പക്ഷെ ഇന്ന് അത് മാറിക്കഴിഞ്ഞു കേട്ടോ. ഇപ്പൊ ഈ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ഏതാണ്ട് കട്ടയ്ക്ക് വർഗീയത വെക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് നമ്മുടെ നാടെന്നല്ല രാജ്യത്തിന് തന്നെ ആപത്താണ്. നമ്മുടെ സാഹോദര്യം ഒരിക്കലും അതിൽ നിലനിന്ന് പോവില്ല. കാരണം വെച്ചാൽ ഗുരുസ്വാമികൾ പറഞ്ഞ കണക്ക് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞ അതെല്ലാം ഇന്ന് അദ്ദേഹത്തെ പോലും വർഗീയതവൽക്കരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ നാട് കടന്നത്. ശരി, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം വളരെ കൃത്യമാണ്. കൃഷ്ണദാസ് നമ്മുടെ ബിനോയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. ആരുടെ ആചാരങ്ങളെ അത് ബാധിക്കില്ല, ഏക സിവിൽ കോഡ് എന്നാണ് പറയുന്നത്. ഡോക്ടർ അസീദ് കീടത്ത് പറയുന്നു പരിപാടി നന്നാകുന്നുണ്ട്, ഞങ്ങൾക്കും അവസരങ്ങൾ തരുന്നതിൽ എന്ന് ഡോക്ടർ അസീത്ത് പറയുന്നു. ഡോക്ടർ അസീത്തിന് എൻ്റെയും ആശംസകൾ. അങ്ങനെയാണ് 100 ആളുകൾ നമ്മളെ പിന്താങ്ങുമ്പോൾ ഒരാൾ വിമർശിച്ചാൽ അത് നമ്മൾ വലിയ ദുഃഖത്തിലെടുക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറയുന്നത് കൊണ്ടാണ്. കാരണം ഒരാൾ നമ്മളെ കുറ്റം പറയുമ്പോൾ ആയിരങ്ങൾ നമുക്ക് പിന്തുണയുമായി വരുന്നതെന്ന് എത്ര സന്തോഷകരമായൊരു കാര്യമാണ്. നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്ന് സുജിത് സാർ പറയുന്നു. നിങ്ങൾ തന്നെ പറയുന്ന ബഹുസ്വരതയുടെ നാടാണ്, അത് ഒരു തെറ്റിദ്ധാരണാജനകമായ സ്റ്റേറ്റ്മെൻറ്റാണ് എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ തെറ്റിദ്ധാരണാജനകം എന്ന് പറഞ്ഞില്ല. നമ്മുടെ നിയമം തന്നെ നമ്മുടെ ബഹുസ്വരതയെ അംഗീകരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡൈവേഴ്സിറ്റി, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നത് ഇന്ത്യയുടെ ആപ്തവാക്യമാണ്. അത് ഒരു തരത്തിലും തെറ്റിദ്ധാരണാജനകമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതായാലും സുജിത് സാറിന് നിയമം വേറെ വിശ്വാസം വേറെ, UGC കൊണ്ട് ജാതിയും മതവും ഇല്ലാതാക്കാൻ പറ്റുമോ എങ്കിൽ UCC എന്നേ നടപ്പാക്കേണ്ട ഒരു അനിവാര്യതയാണ് എന്ന് പറയുന്നു. സണ്ണി ബേബി എന്നോട് പറയുന്നത്, സണ്ണി ബേബി ഞാൻ നേരത്തെ അദ്ദേഹത്തിൻ്റെ പേര് തെറ്റി ഉച്ചരിച്ചു, ദയവായി ക്ഷമിക്കണം, പ്രവാസിയാണ് സണ്ണി ബേബി എന്ന് വ്യക്തമാക്കുന്നു. കാപ്പി വിളക്കൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്, സണ്ണി ബേബി കാപ്പി വിളക്കൽ. ഏതായാലും സണ്ണി ബേബി കാപ്പി വിളക്കലിന് എൻ്റെ ആശംസകൾ. അദ്ദേഹം ഒരു പ്രവാസിയാണ് എന്ന് അറിയുമ്പോൾ അങ്ങേയറ്റത്തെ അഭിമാനം. കാരണം പ്രവാസികൾ പൊതുവേദിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കരുത്താണ്. അവർ ഈ നാടിനെക്കുറിച്ച് പറയുന്നത് പലപ്പോഴും ഞങ്ങളോടാണ് എന്നുള്ളത് കൊണ്ട് ആണ്. ഷാജി ഭാസ്കരനെ എന്തുകൊണ്ട് കണ്ടില്ല എന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. 6800 കോടി രൂപ സ്വത്ത് CPM-നുണ്ടെന്ന് പറഞ്ഞ പ്രദീപിനോട് കള്ളം പറയരുത് എന്ന് ഉപദേശിക്കണേ എന്നാണ്. അല്ല, അദ്ദേഹം BJP-ക്കുണ്ട് എന്നല്ലേ പ്രദീപ് ഷാജി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പോൾ അതിനോട് അടുത്ത് തന്നെ പണം CPM-ന് ഉണ്ട് എന്നൊരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. യെസ് സാർ. ഓക്കെ, സുജിത്ത് വീണ്ടും എഴുതുന്നുണ്ട്, നിയമം വേറെ വിശ്വാസം വേറെ. ഷാജി KK പറയുന്നു രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരു നിയമം വേണം എന്ന് പറയുന്നു. സുനിൽ പറയുന്നത് എന്നോട് വിമർശനമുണ്ട്, ചാനൽ ചർച്ചകളെക്കുറിച്ചാണ്, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം, പലപ്പോഴും വ്യക്തിപരമായ കാര്യങ്ങൾക്കും പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾക്കും ആണ് കൂടുതൽ എടുക്കുന്നത് എന്ന സുനിലിൻ്റെ വിമർശനം ഞാൻ ഉൾക്കൊള്ളുന്നു. പലപ്പോഴും ചർച്ചകൾ തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ എല്ലാവർക്കും ഒരുപോലെ താല്പര്യം ആയിക്കൊള്ളണമെന്നില്ല. ഏതായാലും സുനിലിൻ്റെ ആ വിഷയം നമുക്കൊന്നുകൂടി പരിശോധിക്കാം. മിക്സഡ് വീഡിയോസ് പറയുന്നു ഇത് നേരത്തെ കൊണ്ടുവരണമായിരുന്നു എന്ന് പറയുന്നു. യെസ്, വീണ്ടും പൊതുവേദി തുടരുകയാണ്. രാധാകൃഷ്ണൻ PR എനിക്ക് അയക്കുന്നത് രാജ്യത്തൊരു നിയമം കൊണ്ടുവരുന്നതാണ് എത്രയും നല്ലത് എന്ന് പറയുന്നു. ഗോളാന്തരം യാത്ര, നമസ്കാരം മനു എന്ന് പറയുന്നു. നമസ്കാരം, ഗോളാന്തര യാത്രയ്ക്കും എൻ്റെ ആശംസകൾ. ശ്രീകാന്ത് CP പറയുന്നത് മതേതരത്വം പല നിയമങ്ങളും അങ്ങോട്ട് സിങ്ക്രണൈസ് ആകുന്നില്ല അല്ലേ എന്ന്. എനിക്കറിയില്ല, അത് CP ശ്രീകാന്ത് തന്നെ അതിനൊരു ഉത്തരവും പറയണം എന്നാണ്. മിക്സഡ് വീഡിയോസ് ഇപ്പോൾ മന്ത്രിക്കെതിരെ ഒരു പരിഹാസം പറയുന്നുണ്ട്, മന്ത്രിക്ക് ആ സ്ഥലം പോലും അറിയില്ല എന്ന്. അത് ഒരു പക്ഷേ അദ്ദേഹം മറന്നു പോയതായിരിക്കാം, കുറച്ച് പ്രായമൊക്കെ ഉള്ള ആളല്ലേ, നമുക്ക് അദ്ദേഹത്തോട് ക്ഷമിക്കാം. ഷാജി ഭാസ്കരനെ ഞാൻ ചോദിച്ചത് കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവശ്യം ലേഖ രാജുവിന് സുഖമാണോ, എന്തെങ്കിലും ചർച്ചയ്ക്കായി കാത്തിരിക്കുന്നവർ തിരക്കണേ, രാജുവിന് സുഖം തന്നെയല്ലേ എന്ന് എനിക്കും ചർച്ചയ്ക്കായി കാത്തിരിക്കുന്നവർ തിരക്കണേ എന്നാണ് ഷാജി ഭാസ്കരൻ പറയുന്നത്. നാസർ പറയുന്നത് ഏതായാലും അവർക്ക് സുഖമാണെന്ന് ഞാനും വിചാരിക്കുന്നത്. നാസർ N പറയുന്നു ഒരു രാജ്യം ഒരൊറ്റ നിയമം, ഈ ഒരു രാജ്യം ഒരൊറ്റ നിയമം, അനധികൃത വിഭാഗങ്ങൾക്ക് തുല്യത കൈവരിക്കുന്നവരെ അനുയോജ്യമായ ഇളവുണ്ടാകണം എന്ന് പറയുന്ന സ്പോർട്സ് ഗുരു എത്തിയിട്ടുണ്ട്. സ്പോർട്സ് ഗുരു നമസ്കാരം മനുഭായ് എന്ന് പറയുന്നു. സ്പോർട്സ് ഗുരു എൻ്റെ നമസ്കാരം. ആധികാരികമായി എനിക്ക് പറയാനറിയില്ല, എങ്കിലും ഒരു നിയമം എല്ലാവർക്കും ഒരുപോലെ ആകണം എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. കേരളത്തിൽ ഒരു മാറ്റം വരണം എന്ന് താനും ആഗ്രഹിക്കുന്നു എന്ന് സ്പോർട്സ് ഗുരു പറയുന്നു.
ഒരു രാജ്യം ഒരു മതം മതി, തലാക്ക് നിയമം എല്ലാവർക്കും എതിർത്തില്ലേ എന്നാണ്. ഇപ്പോൾ അത് നല്ലതാണ് എന്ന് മനസ്സിലായില്ലേ? ഇപ്പോൾ ഇതിലും ഒരു മതരാജ്യം, എല്ലാവരും ഇവിടെ ഒരു രാജ്യം ഒരു നിയമം മതി എന്ന് പറയുന്നു. സലാം മുഹമ്മദ് എനിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു കേട്ടോ, എൻ്റെ പരിപാടി എന്നും കാണാറുണ്ട് എന്നാണ് സലാം മുഹമ്മദ് പറയുന്നത്. സലാം മുഹമ്മദിന് എൻ്റെ നന്ദി. ധന്യാധരൻ പറയുന്നു പൊതുവേദിയിലെ ചോദ്യം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നാണ്. അത് കേരളം ഇന്ത്യയിലല്ലേ എന്നുള്ള. അങ്ങനെയല്ല, ഏകീകൃത സിവിൽ കോഡ് ഉത്തരാഖണ്ഡിൽ നടപ്പിലായി, ഇനി അത് കേരളത്തിലേക്കും വരുമോ എന്നാണ് ചോദ്യം. അതിലൊരു തെറ്റിദ്ധാരണ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരു കോളർ കൂടി നമുക്കൊപ്പം ഉണ്ട്. ദീപു, ഒരൊറ്റ മിനിറ്റ് എനിക്കിനി അവശേഷിക്കുന്നുള്ളൂ, 1 മിനിറ്റിൽ പറഞ്ഞു തീർക്കാം. അതെ ഈ എല്ലാ ഭാരതീയരും എന്റെ സഹോദരന്മാരാണെന്നാണ് നമ്മൾ കൊച്ചിലെ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് വിഷമമൊന്നും വരണ്ട. പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് ആളുകൾ എന്നെ ചീത്തവിളി പറയുന്നതല്ല, പക്ഷെ നമ്മുടെയൊക്കെ ആളുകളുടെ സംസ്കാരം ഇങ്ങനെ താണു പോകുന്നു. ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും, ഇത്രയും സൗജന്യ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും ഇങ്ങനെ നിലവാരം ഉയരുന്നില്ലല്ലോ എന്നത് മാത്രമേ. ഞാൻ ഈ വിഷയത്തിൽ പെട്ടെന്ന് ഒരു വാക്ക്, അതായത് മനു, ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ നമ്മുടെ രാജ്യം പാകത്തിലായിട്ടില്ല. അംബേദ്കറും നെഹ്റുവും തന്നെ ഈ പറയുന്ന നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏകീകൃത സിവിൽ കോഡ് നമ്മുടെ രാജ്യം പാകപ്പെടുന്നത് വരെ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്ന് പറഞ്ഞതാണ്. നമ്മുടെ രാജ്യം എവിടെയെങ്കിലും പാകപ്പെട്ടു, നമ്മുടെ ഡൈവേഴ്സിറ്റിയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മരത്തിന്റെ തളപ്പ് കൊണ്ട് എല്ലാ മരങ്ങളിലും കയറാൻ കഴിയുമോ? കഴിയില്ല. ഇപ്പൊ കേരളത്തിലുള്ള സംസ്കാരമല്ല തമിഴ്നാട്ടിലുള്ളത്. അങ്ങനെ പല സംസ്കാരങ്ങളും വെച്ചുകൊണ്ട് തന്നെ ഏതെങ്കിലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പൊ BJP ഇത് കൊണ്ടുവരുന്നത്. മുത്തലാഖിന്റെ കാര്യം പറഞ്ഞു, മുത്തലാഖ് BJP കൊണ്ടുവരുന്നതിന് നേരത്തെ തന്നെ സുപ്രീം കോടതി വഴി തന്നെ അത് നിരോധിച്ചിട്ടുള്ളതാണ്. വ്യക്തമാണ്. നമ്മുടെ സമയം വളരെ അതിക്രമിച്ചു. ദീപു, നമുക്ക് നാളെ സംസാരിക്കാം. ഇനിയിപ്പോൾ ദീപുവും വിഷമിക്കരുത്. ഗോപനന്ദൻ പറയുന്നു എത്രയും വേഗം കേരളത്തിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് പറയുന്നു. ഗോളാന്തരം പറയുന്നു കേന്ദ്രം പറയുന്നതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ മനു എന്ന്. ഓക്കെ. സുനിൽ NS പറയുന്നു ഒരു രാജ്യം, ഒരു മതം, ഒരു ദൈവം, ഒരു ജോലി, ഒരു കൂലി, ഒരു നിറം, ഒരു ഭാഷ, ഇതൊക്കെ നടക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. ഗോപനന്ദൻ പറയുന്നു എത്രയും വേഗം കേരളത്തിലും സിവിൽ കോഡ് നടപ്പിലാക്കണം എന്ന് പറയുന്നു. ഓക്കെ. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കണം. അതിനു മുമ്പ് നമ്മുടെ ഇപ്പോൾ കാർഡ് കൂടി ഒന്ന് നോക്കാം. ഈ വിഷയം ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലും ചർച്ച ചെയ്തിരുന്നു. ഈ കേരളത്തിലും ഇത് നടപ്പിലാകുമോ എന്ന ചോദ്യം, മറ്റ് സംസ്ഥാനങ്ങളിലും ഇത് നടപ്പിലാക്കാൻ സാധ്യതയുണ്ടെന്ന്. യെസ് 63% ആളുകൾ യെസ് എന്ന് പറയുന്നു. അതേസമയം 37% ആളുകൾ നോ എന്നും പറയുന്നു. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.